നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. മിൽമ തിരുവനന്തപുരം മേഖലയിലെ സമരക്കാരുടെ ആവശ്യങ്ങൾ ഇന്ന് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും. മിൽമ തിരുവനന്തപുരം മേഖലയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായതിന് പിന്നാലെ സമരക്കാരുടെ ആവശ്യങ്ങൾ ഇന്ന് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും. മിൽമ തിരുവനന്തപുരം മേഖല ചെയർപേഴ്സണുമായുള്ള മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് CITU, INTUC സംഘടനകളിലെ തൊഴിലാളികൾ ഇന്നലെ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സമരം അവസാനിപ്പിച്ചതിനു പിന്നാലെ അർദ്ധരാത്രിയോടെ തൊഴിലാളികൾ ജോലിയിൽ പ്രവേശിച്ചു. താനൂർ കസ്റ്റഡി മരണം. താമിർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉപയോഗിച്ച കാർ CBI കസ്റ്റഡിയിലെടുത്തു. താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉപയോഗിച്ച കാർ CBI കസ്റ്റഡിയിലെടുത്തു. ഒന്നാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. മലപ്പുറത്തെത്തിയാണ് CBI കാർ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ പ്രതികൾക്കെതിരായ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയും. സംഭവത്തിൽ ഓഫീസർ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുമെന്നാണ് വിവരം. അടുത്ത ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തേക്കും. തമിഴ്നാട്ടിൽ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായി. പ്രായപൂർത്തിയാകാത്ത 3 പേർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 പേർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. 2 പെൺകുട്ടികൾക്കും 13ഉം 17ഉം വയസ്സുണ്ട്. 17കാരി ഗർഭിണിയായതിനെ തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മോദിക്കെതിരെ മത്സരത്തിന് പത്രിക സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലെന്ന പരാതിയുമായി കൊമേഡിയൻ ശ്യാം രംഗീല. പ്രധാനമന്ത്രി മോദിക്കെതിരെ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക നൽകാൻ ഉദ്യോഗസ്ഥർ തന്നെ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കൊമേഡിയൻ ശ്യാം രംഗീല. ഈ മാസം 10-ാം തീയതി മുതൽ പത്രിക നൽകാൻ താൻ ശ്രമിക്കുകയായിരുന്നെന്നും എന്നാൽ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ തന്റെ പത്രിക സ്വീകരിച്ചില്ലെന്നുമാണ് ശ്യാമിന്റെ പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിക്കുന്ന മോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ ശ്യാം താൻ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുമെന്ന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജനാധിപത്യത്തെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തുന്നത് താൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ശേഷം ശ്യാം രംഗീല പ്രതികരിച്ചു. പ്രതിഷേധം തുടരുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുക്കും. പ്രതിഷേധം തുടരുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുക. മുഴുവൻ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ടെസ്റ്റുകൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ്. രാഹുൽ മുൻപും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി തെളിവുകൾ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ മുൻപും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി തെളിവുകൾ. ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു. രാഹുലുമായി വിവാഹം ഉറപ്പിച്ച യുവതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബഹുഭാര്യത്വം ചൂണ്ടിക്കാണിച്ചാണ് പരാതി.
വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തി അച്ഛനും മകനും, ഒപ്പം വിൽപ്പനയും. പിടിവീണത് നാട്ടുകാരുടെ സംശയത്തിൽ. ഇടുക്കി വാഗമണിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികളും കഞ്ചാവും പിടികൂടി. വാഗമൺ പാറക്കെട്ട് മരുതുമൂട്ടിൽ വിജയകുമാർ, മകൻ വിനീത്, സമീപവാസി വിമൽ എന്നിവരാണ് ഇടുക്കി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. വിജയകുമാറിന്റെ വീട്ടുവളപ്പിൽ വളർത്തിയിരുന്ന 6 കഞ്ചാവ് ചെടികളും ഇവരുടെ പക്കൽ നിന്നും 50 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.